ഇന്ന് ആൾക്കാരുടെ നിസ്കാരവും നോമ്പൊക്കെ ക്ലിയറാ, അതിലൊന്നും ആരും ഒരു കുറവും വരുത്തുന്നില്ല. പക്ഷെ മനസ്സ് നന്നാവുന്നില്ല. പകയും വെറുപ്പും നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഈഗോയും പൊങ്ങച്ചവും മനുഷ്യന്റെ ഹൃദയം വിട്ടുകിടക്കുന്നില്ല. പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരവും പൊങ്ങച്ചവും പുച്ഛവും ഏഷണിയും പരദൂഷണവും കുതന്ത്രവും കുത്തുവാക്കും നെഞ്ച് നിറഞ്ഞു നിൽക്കുക. ആ നെഞ്ചുകൊണ്ട് ആ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുന്നതെങ്കിൽ 10,000 മയ്യത്തസ്കരിച്ചിട്ട് എന്താ മനുഷ്യരെ കാര്യം? ഒരു മയ്യത്തസ്കാരത്തിന്റെ പിന്നിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ പോലും കേട്ടിട്ടുണ്ട്, എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യനാണ്, എന്തൊക്കെയായിരുന്നു കുടുംബക്കാരിയായിട്ടുള്ള പണിക്ക്. പെങ്ങളെ തല്ലിയിട്ടുണ്ട്, ആളിയനെ മട്ടലെടുത്ത് തച്ചിട്ടുണ്ട്, ആങ്ങൾക്ക് കൊടുക്കേണ്ടിയൊന്നും കൊടുത്തിട്ടില്ല. അവസാനം പോയത് കണ്ടോ, 3 വെള്ളത്തുണിയിൽ, അതും മണ്ണോട് ചേരുന്ന കോറത്തുണി. 700 റുപ്യ, മാക്സിമം 1000 റുപ്യന്റെ ചെലവേ ഉള്ളൂ എനിക്ക് ഇങ്ങോട്ടും പഠിച്ചോന്റെ അടുത്തേക്ക് പോകാൻ. മാക്സിമം 1000 റുപ്യന്റെ ചെലവ്. എന്റെ നാട്ടിൽ 800 റുപ്യ ഉള്ളൂ. കുറച്ച് കോട്ടം തുണിക്കും പഞ്ഞിക്കും 3 വെള്ളത്തുണിക്കും, പിന്നെ തെളിക്കേണ്ട കുറച്ച് കർപ്പൂര വെള്ളത്തിനും. 1000 റുപ്യന്റെ ചുവടെ എനിക്കിന്നൊക്കെ ഈ ദുനിയാവെന്നുള്ള യാത്രക്ക് വേണ്ടിയുള്ളൂ. മത്സരിച്ചും വാശി പിടിച്ചും കെട്ടിപ്പിടിച്ച് പൂട്ടിവെച്ചതും അതിന്റെ പേരിൽ പിണങ്ങിയതും അതിന്റെ പേരിൽ പക കാണിച്ചു കൊണ്ടുനടന്നതും എന്തിനായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന ഒരു നിമിഷം വരാനുണ്ട്. അന്ന് സൂര്യൻ ഉരിച്ചാണ് മേലെയായിരിക്കും, അന്ന് നമ്മൾ നഗ്നരായിരിക്കും, അന്ന് എരികൂട്ടിയവനും കുത്തിത്തിരിപ്പുണ്ടാക്കിയവനും വീറും വാശിയും കൊണ്ട് പക തന്നവനും നമ്മളെ കൈവിട്ടിട്ടുണ്ടാകും. ആ ലോകത്ത് നമ്മൾ കരയാതിരിക്കാൻ ഓരോ ബന്ധങ്ങളും അതിന്റെ സന്തോഷത്തോടെ കൊണ്ടടക്കാൻ പറ്റണം.